ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് രാവിലേക്കൊരു മടിയൊക്കെ പിടിച്ച് നിൽക്കുന്ന ദിവസം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാനും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാനും പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പി ആട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് റവ വെച്ചിട്ടാണ് ചെയ്യുന്നത്. 1/2 കപ്പ് റവ മതിയേ. അപ്പോൾ 1/2 കപ്പ് റവക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു കോഴിമുട്ട കേട്ടോ. അപ്പോൾ നമ്മൾ റവയുടെ ഒക്കെ അളവ് കൂട്ടിയെടുക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് മുട്ടയുടെ എണ്ണം കൂട്ടാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഒരു മുട്ട ഇതാ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് റവയും കൂടി ഇട്ടെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 1/2 കപ്പോളം വെള്ളം കൂടി നമ്മൾ ഇതിലേക്ക് ഈ ഒരു സമയത്ത് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റവ ആയതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തെടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നല്ല രീതിക്ക് തന്നെ നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കുക കേട്ടോ. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്ത ഈ ഒരു മാവ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളിതാ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മാവ് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു സവാള കേട്ടോ. മീഡിയം സൈസുള്ള ഒരു സവാള എടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കൈ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് നിരട്ടി കൊടുത്തിട്ട് വേണം നമ്മൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലയും മല്ലിയിലേക്ക് ഇതിലേക്ക് ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് പച്ചമുളക് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പം കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് പച്ചമുളക് കടിച്ച് അതൊരു ബുദ്ധിമുട്ടാണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു പച്ചമുളകൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് കൂടെ തന്നെ നമുക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കുക. നമ്മൾ നേരത്തെ ഇതിൽ ഉപ്പ് ചേർത്തത് കൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഇനി ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കുന്നില്ല. മുട്ട ചേർത്തത് കൊണ്ട് നന്നായിട്ട് ഇത് പൊങ്ങി വരും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിക്കോളും. അപ്പോൾ ഇതിലേക്ക് ബേക്കിംഗ് സോഡയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കുക. നല്ല രീതിക്ക് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ അരിയൊക്കെ കുതിർക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയ സമയത്ത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആട്ടോ ഇത്. കുട്ടികൾക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെടും. നമുക്ക് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റുമേ. അപ്പോൾ നമ്മളിത് ആ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇതുപോലൊരു നടുക്കുഴിയുള്ളൊരു പാത്രം എടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഇനി ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ ഒഴിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ അതിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വന്ന സമയത്ത് നമ്മളിതാ ഒരു സ്പൂണ് മാവ് എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് ആറി വരുന്നത് വരെ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കുക. എന്നിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം മാറി വന്നതിന് ശേഷം മാത്രം കേട്ടോ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ഉൾഭാഗം വേവാതെ കിട്ടുമേ. ഇപ്പോൾ ഇതാ 1 മിനിറ്റോളം ഒന്ന് ആയിക്കുണ്ട്. അതിൻ്റെ മുകൾ ഭാഗം ഇത് നന്നായിട്ട് ആറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡും കൂടി ഒന്ന് നന്നായിട്ട് കളറ് മാറ്റിയെടുക്കുക. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ ഇനി ഉൾഭാഗത്ത് എന്തെങ്കിലും വേവാൻ ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി ആ ഒരു സമയം കൊണ്ട് കുക്കായിട്ട് കിട്ടിക്കോളുവേ. അപ്പോൾ ഇത് ഒരുപാട് സമയം വെക്കണ്ട. ഒരു 10-20 സെക്കൻഡ് മാത്രം വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നന്നായിട്ട് ഇത് കളർക്കങ്ങ് മാറി വരും. മുട്ട ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിൻ്റെ കളറങ്ങ് മാറി വന്നോളേ. ഈ ഒരു പരുവത്തിലായിട്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കേ. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.